നമ്മുടെയെല്ലാം പ്രിയങ്കരനായ നടനും നാടകകൃത്തും സംവിധായകനും സംസ്ഥാന അവാർഡ് ജേതാവും സർവോപരി മനുഷ്യസ്നേഹിയുമായിരുന്ന ശ്രീ NS പ്രകാശ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷം തികയുകയാണ്. യുവകലാസാഹിതി ചാരുമൂട് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം ഏറെക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. NSന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും യുവകലാസാഹിതി ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ ആസിഫ് റഹീം, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ശ്രീ പ്രമോദ് പയ്യന്നൂർ, യുവകലാസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ EM സതീശൻ, APSC സെക്രട്ടറി അഡ്വക്കേറ്റ് A ഷാജഹാൻ, യുവകലാസാഹിതി ചാരുമൂട് മേഖലാ സെക്രട്ടറി റജി പണിക്കർ എന്നിവരെയും ഈ ചടങ്ങ് വീക്ഷിക്കുന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യും. നമസ്കാരം. ഞാൻ ആസിഫ് റഹീം, യുവകലാസാഹിതിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. നമുക്കറിയാം, ഈ കോവിഡ് കാലത്ത് കേരളത്തിൽ സാംസ്കാരിക പ്രവർത്തനത്തിന് പുതിയ മാനങ്ങൾ കൊണ്ടുവന്നു ഓൺലൈനിലൂടെ നിരവധി സാംസ്കാരിക പരിപാടികൾ യുവകലാസാഹിതി സംഘടിപ്പിച്ചു വരികയുണ്ടായി. അതിന്റെ ഭാഗമായി യുവകലാസാഹിതിയുടെ വിവിധ ജില്ലാ കമ്മിറ്റികൾ അവയ്ക്കൊക്കെ ഫേസ്ബുക്ക് പേജുകൾ ഉണ്ടാക്കുകയും ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള യുവകലാസാഹിത്യ പ്രവർത്തകരെയും പ്രമുഖ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരെയും ഒക്കെ അനുസ്മരിക്കുന്ന ചടങ്ങുകൾ ഫേസ്ബുക്ക് ലൈവ് വഴിയാണ് ആ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. യുവകലാസാഹിത്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നാടകഗ്രാമം എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് കേരളത്തിലെ മികച്ച നാടക പ്രവർത്തകരെ അനുസ്മരിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പേജിലാണ് ഇന്ന് ആലപ്പുഴ ജില്ലയിലെ യുവകലാസാഹിതിയുടെ നെടുംതൂണായിരുന്ന യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ വളരെ ഊർജ്ജസ്വലനായ സംഘാടകനായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് സഖാവ് NS പ്രകാശ് അനുസ്മരണ പരിപാടിയാണ് ഇന്ന് ഈ നാടകഗ്രാമം വഴി എന്നിവിടെ സംഘടിപ്പിക്കുന്നത്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 2 കൊല്ലങ്ങൾ പിന്നിടുകയാണ്. ചാരുമൂട് വള്ളികുന്നം പ്രദേശങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ യുവകലാസാഹിതിയുമായി ബന്ധപ്പെട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ. ചെറുപ്പകാലം തൊട്ടേ തോപ്പിൽവാസിയുടെയും കാമ്പിശ്ശേരിയുടെയും നാടകങ്ങളോട് ചേർന്ന് നിന്ന് ആ നാടകങ്ങളിൽ ആകൃഷ്ടനായി നാടകരംഗത്തെത്തുകയും നാടകരംഗത്തെ സംബന്ധിച്ച് പൂർണ്ണമായും ഒരു സർവകലാ വല്ലഭനെന്ന് തന്നെ പറയാം അദ്ദേഹത്തെക്കുറിച്ച്. കാരണം നാടകരചന, സംവിധാനം, അതുകൂടാതെ നടൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. തകഴിയുടെ ചെമ്പൻ കുഞ്ഞ് എന്ന വേഷം വളരെ അവിസ്മരണീയമായ രീതിയിലൊക്കെ അവതരിപ്പിച്ച് കേരളമെമ്പാടും അറിഞ്ഞറിയിട്ടുള്ളൊരു മികച്ച നാടക നടൻ തന്നെയായിരുന്നു അദ്ദേഹം. പ്രൊഫഷണൽ നാടക നടനുള്ള സംസ്ഥാന അവാർഡ് ജേതാവാണ് NS പ്രകാശ്. കൂടാതെ തന്നെ നിരവധി നാടകങ്ങൾ രചനയും സംവിധാനവും ചെയ്ത് വിവിധ ട്രൂപ്പുകൾക്ക് വേണ്ടി കേരളമെമ്പാടും നാടകം അവതരിപ്പിക്കാൻ കഴിവ് സിദ്ധി ലഭിച്ച ഒരു മികച്ച കലാകാരൻ തന്നെയായിരുന്നു NS പ്രകാശ്. അതുകൂടാതെ തന്നെ സർക്കാർ ഉദ്യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായി മികച്ച രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു
സഖാവ് എൻ എസ് പ്രകാശ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം പൂർണ്ണസമയം സാംസ്കാരിക പ്രവർത്തനത്തിൽ വ്യാപൃതനാകാനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുകയും യുവകലാ സാഹിത്യയുടെയും ഇപ്റ്റിയുടെയും ഭാഗമായി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും നാടകരംഗത്ത് പൂർണ്ണമായി സമർപ്പിക്കുന്നതിലുമൊക്കെ വ്യാപൃതനായ ഒരു മികച്ച വ്യക്തിത്വം തന്നെയായിരുന്നു പ്രിയപ്പെട്ട എൻ എസ് പ്രകാശ്. വളരെ സൗമ്യമായ ഒരു മാറ്റം. യുവകലാ സാഹിത്യ കമ്മിറ്റികളിലൊക്കെ വരുമ്പോൾ ഞാൻ പ്രത്യേകം എന്നെ ആകർഷിച്ചിട്ടുള്ളത് വളരെ സൗമ്യമായ ഒരു മാറ്റം. എന്നാൽ നിലപാടുകൾ വ്യക്തമായും കൃത്യമായും പറയാനുള്ള ഒരു ആർജവവും വളരെ കണിശതയും വളരെ സൗമ്യമായ ഒരു മാറ്റം. യുവകലാ സാഹിത്യ കമ്മിറ്റികളിലൊക്കെ വരുമ്പോൾ ഞാൻ പ്രത്യേകം എന്നെ ആകർഷിച്ചിട്ടുള്ളത് വളരെ സൗമ്യമായ ഒരു മാറ്റം. എന്നാൽ നിലപാടുകൾ വ്യക്തമായും കൃത്യമായും പറയാനുള്ള ഒരു ആർജവവും വളരെ കണിശതയോടെ കാര്യങ്ങൾ പറയുകയും എന്നാൽ വളരെ സൗമ്യമായി പെരുമാറുകയും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാൻ ഏതറ്റം വരെ പോവുകയും ചെയ്യുന്ന ഒരു മികച്ച സംഘാടകനും കലാകാരനും തന്നെയായിരുന്നു എൻ എസ് പ്രകാശ്. അദ്ദേഹത്തെക്കുറിച്ച് ഇന്നത്തെ അനുസ്മരണ പരിപാടിയിൽ കൂടുതലായി സംസാരിക്കുവാൻ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ ഇന്നത്തെ മലയാള നാടകരംഗത്തെ പ്രമുഖ വ്യക്തിത്വം പ്രമോദ് പയ്യന്നൂർ അടക്കമുള്ളവരുണ്ട്. യുവകലാ സാഹിത്യ സംസ്ഥാന സെക്രട്ടറി എം സതീശൻ അടക്കമുള്ളവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുന്നതുകൊണ്ട് ഞാൻ കൂടുതലായി എന്റെ വാക്കുകൾ നീട്ടുന്നില്ല. അനുസ്മരണ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നാടകകാരൻ പ്രമോദ് പയ്യന്നൂരിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എൻ എസ് പ്രകാശിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എൻ എസ് പ്രകാശേട്ടൻ ഭൂമി എന്ന വാടക വീടിൽ നിന്നും വിട പറഞ്ഞ് അകന്നിട്ട് 2 ആണ്ട് തികയുന്നു. ആ ഓർമ്മകളുടെ പ്രകാശങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അസ്തമിക്കാത്ത നിലാവ് പോലെ പരന്നു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വള്ളികുന്നത്തിന്റെ ഗ്രാമീണ തനിമയോടെ, വള്ളികുന്നം ഗ്രാമത്തിന്റെ വെത്തിലക്കൊടിയുടെ കറപുരണ്ട ആ നിഷ്കളങ്കമായ ചിരിയോട് കൂടിയിട്ട് പ്രകാശേട്ടൻ നമ്മുടെ മനസ്സിലൊക്കെ സ്നേഹത്തിന്റെ നിലാവ് അങ്ങനെ പരത്തി നിൽപ്പുണ്ട്. എൻ എസ് പ്രകാശ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ നമ്മൾ ഓർത്തെടുക്കുന്നത് അദ്ദേഹം ജീവിച്ചു തീർത്ത കാലത്ത് സമൂഹത്തോട് ചെയ്ത നന്മകളുടെ അടിസ്ഥാനത്തിലാണ്. ആ മൂല്യങ്ങളെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ തിരികെ പിടിക്കുന്നത്. ഇവിടെ യുവകലാ സാഹിതി വളരെ ശ്രദ്ധേയമായ രീതിയിൽ അദ്ദേഹത്തിനെ വീണ്ടും ഓർത്തെടുക്കുന്ന സമയത്ത് നമ്മൾ വരാതിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളെ, ബോധങ്ങളെ, മാനവിക ബോധങ്ങളെ ഒക്കെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സത്യത്തിൽ മരിച്ചവരെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുമ്പോൾ മരിച്ചവർക്കൊന്നും നേടാനില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നവർ, വരാനിരിക്കുന്ന തലമുറകൾ, അവർക്കാണ് അതുകൊണ്ട് നേട്ടമുണ്ടാകുന്നത്. കാരണം ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അത് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അത് സമൂഹത്തിന് വേണ്ടി, തന്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി തികഞ്ഞ ദിശാബോധത്തോടുകൂടി നന്മയുള്ള പ്രവർത്തനങ്ങളെ, ചിന്തകളെ മുന്നോട്ട് വയ്ക്കുന്നതിന്റെ പ്രയോക്താക്കളായി മാറുമ്പോഴാണ് അത്തരം ഓർമ്മകളെ നമ്മൾ തിരികെ പിടിക്കുന്നതും കാലത്തിനപ്പുറത്തേക്ക് അതിന്റെ അനുരണനങ്ങളെ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. ആ ഒരു അർത്ഥത്തിൽ എൻ എസ് പ്രകാശേട്ടന്റെ ഓർമ്മകളെ എല്ലാ വർഷവും തിരികെ പിടിക്കേണ്ടതുണ്ട്. കാരണം നിസ്വാർത്ഥമായിട്ട് കലയെയും നാടകവേദിയെയും ഒക്കെ സ്നേഹിക്കുകയും തന്റെ ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് തന്നാലാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും ആരെയും ദ്രോഹിക്കാതെ പലയിടങ്ങളിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞ് മാറി അകന്ന പ്രതിഭയുള്ള വ്യക്തിത്വമായിരുന്നു എൻ എസ് പ്രകാശേട്ടൻ എന്നുള്ളതാണ് സത്യം. പ്രകാശേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് ശരിക്കും പ്രകാശേട്ടനെ കുറിച്ച് ആദ്യം കേൾക്കുകയാണ് ചെയ്യുന്നത്. KPSC എന്ന് പറയുന്ന വലിയ നാടക പ്രസ്ഥാനത്തിന്റെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അവിടെ എത്തുകയും അവിടെ നാടകങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് KPSC ജോൺസൺ മാഷിന്റെ ഇടയിൽ നിന്നും മറ്റ് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾക്കിടയിൽ നിന്നുമൊക്കെ എൻ എസ് പ്രകാശേട്ടന്റെ പേര് ഞാൻ കേൾക്കുകയാണ് ഉണ്ടായത്. നല്ല രീതിയിൽ നാടകം എഴുതുന്ന ഒരാൾ, തികഞ്ഞ അഭിനേതാവ്, സംവിധായകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്ന സമയത്ത് ഈ പ്രകാശേട്ടനെ കാണണമല്ലോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വള്ളികുന്നത്തെ ഒരു ചടങ്ങിൽ വെച്ചിട്ട് തികഞ്ഞ കമ്മ്യൂണിസ്റ്റായ സഖാവ് തോപ്പിൽ ഗോപാലകൃഷ്ണൻ അദ്ദേഹമാണ് എൻ എസ് പ്രകാശേട്ടനെ അടുത്ത് പരിചയപ്പെടുന്നത്. അപ്പോ ആ ഒരു പരിചയപ്പെടുത്തലിന്റെ ആഴം അദ്ദേഹത്തിന്റെ പ്രകാശേട്ടന്റെ ഒരു വിടപറച്ചിൽ വരെ
തുടർന്നിരുന്നു എന്നുള്ളതാണ് സത്യം. പ്രകാശേട്ടന്റെ ഒരു ദിവസം ഒരു ചടങ്ങിന്റെ ഇടയിൽ, ഒരു വിവാഹത്തിന്റെ പാർട്ടി കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതിന്റെ കാറ്റ് കൊണ്ട് ഇങ്ങനെ തെങ്ങുന്നണലിൽ ഇരിക്കുന്ന സമയത്ത് പ്രകാശേട്ടൻ ചോദിച്ചു, നിങ്ങൾ ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരുപാട് നാടക ശൈലികളെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ, അപ്പം എന്താണ് ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ നാടകവേദി എന്ന് ചോദിച്ചു. സത്യത്തിൽ പ്രകാശേട്ടൻ അത് ചോദിക്കുമ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് പ്രകാശേട്ടൻ അതിനെ കുറിച്ച് തികഞ്ഞ ധാരണയുണ്ട്, അദ്ദേഹം വായിച്ചിട്ടുമുണ്ട്. പക്ഷെ ഒരു സംസാരത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഒന്ന് എടുത്തിട്ട് തരുന്ന പോലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അഗസ്റ്റോ പോൾ ഓപ്പറേഷൻ തിയേറ്റർ അടിച്ചമർത്തപ്പെട്ടവരുടെ നാടകവേദി, നമ്മൾ ഒരു മനുഷ്യ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരി വർഗം എല്ലാ സ്ഥലങ്ങളിലും അതിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഉണർന്ന് ഉയർക്കുവാനുള്ള പ്രചോദനവും കരുത്തുമായിട്ട് അരങ്ങിൽ എങ്ങനെയാണ് നമ്മൾ കരുത്തറിയിക്കേണ്ടത് എന്നുള്ള ബോധമാണ് അഗസ്റ്റോ പോൾ പറഞ്ഞു തന്നത്. അഗസ്റ്റോ പോൾ പറയുന്ന കോട്ടിങ് തന്നെ എനിക്ക് എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയോണ്ട് ഞാൻ പ്രകാശേട്ടനുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു, അഗസ്റ്റോ പോൾ പറഞ്ഞത് വരാനിരിക്കുന്ന വിപ്ലവത്തിന്റെ റിഹേഴ്സലുകളാണ് ഓരോ നാടകവും, നാടക റിഹേഴ്സലുകളും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പ്രകാശേട്ടൻ അത് വായിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് പിന്നീടാണ് അതിന്റെ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പ്രകാശേട്ടൻ പറഞ്ഞു, സത്യത്തിൽ എന്റെ വായനയിൽ എനിക്ക് തോന്നിയത് അത്തരം നാടക ശൈലികളെ അറിഞ്ഞോ അറിയാതെയോ കേരളം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് തോപ്പിൽ ബാസിയും കാമ്പിശ്ശേരി കരുണാകരനും അതുപോലെ തന്നെ പോറ്റി സാറും ഒക്കെ കൂടിയിട്ട് ഇവിടെ ഉണ്ടാക്കിയ നാടക പ്രസ്ഥാനം, KPSCയിലൂടെ മുന്നോട്ട് വെച്ച നാടക പ്രസ്ഥാനം, അതെന്നും അടിച്ചമർത്തപ്പെട്ടവരുടെ കൂടെ, നിസ്വവർഗത്തിന്റെ കൂടെ, മേലാളന്മാർക്ക് എതിരെ ശബ്ദിക്കുവാനും പുതിയ ബോധങ്ങൾ, സമത്വത്തിന്റെ, സമഭാവനയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ഒക്കെ ലോകങ്ങൾ തീർക്കുവാനുമാണ് KPSC ശ്രമിച്ചിട്ടുള്ളത്. അത്തരം നാടകത്തിന്റെ അനുരണനങ്ങൾ ഇവിടെയും ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചു. സത്യത്തിൽ എനിക്ക് ചികഞ്ഞ് പിറകിലേക്ക് നോക്കുന്ന സമയത്ത് KPSCയുടെ ചരിത്രമൊക്കെ വായിച്ച് അറിഞ്ഞ ഒരാൾ എന്നുള്ള രീതിയിൽ, ആ വലിയ പ്രസ്ഥാനത്തിനൊപ്പം 2 നാടകങ്ങൾക്ക് സംവിധാനം ചെയ്യാൻ കഴിഞ്ഞ ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി സത്യമാണ് പ്രകാശേട്ടൻ പറയുന്നത്. പക്ഷെ പ്രകാശേട്ടന്റെ മനസ്സ് എനിക്ക് കൂടുതലൊരു KPSCയെ കുറിച്ച് പറയുമ്പോഴൊക്കെ വളരെ ആവേശത്തോടു കൂടി സംസാരിക്കുകയും അതോടൊപ്പം തന്നെ അതിന്റെ പുതിയ KPSC മുന്നോട്ട് വെച്ച, മലയാള നാടക പ്രസ്ഥാനത്തിൽ KPSC മുന്നോട്ട് വെച്ച പുതിയ ചലനങ്ങളെ, ബോധങ്ങളെ, രംഗക്രമങ്ങളെ, സാമൂഹ്യ പരിഷ്കരണങ്ങളെയൊക്കെ പ്രകാശേട്ടൻ വളരെ ഊർജ്ജസ്വലമായിട്ട്, വളരെ ശക്തമായിട്ട് എന്നും പറഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ ചർച്ചകൾക്കിടയിൽ ഇങ്ങനെ സമയം നീണ്ടുപോകുന്നതും ആ രീതികൾ കൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ പ്രകാശേട്ടന്റെ മനസ്സിൽ എവിടെയോ ഒരു ചെറിയ ഒരു വേദന, ഒരു നീറ്റലുണ്ടായത് നമ്മളൊക്കെ ഉണ്ടാകുമ്പോഴും KPSC ഒരു പക്ഷേ എന്നല്ല, തീർച്ചയായും ഇപ്പോൾ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലേക്കും ഒക്കെ ഉയർന്നു പോകേണ്ടുന്ന തിയേറ്ററിന്റെ പുതിയ ദിശാബോധങ്ങൾ ജനകീയമായി കൊണ്ടുപോകേണ്ടുന്ന ഒരു നാടക പ്രസ്ഥാനം, അതിന്റെ എല്ലാ അടിവേരുകളും ഉറപ്പിച്ചു നിർത്തിയിട്ടാണ് പ്രതിഭാധനരായിട്ടുള്ള ഒരുപാട് പേര് അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചിട്ട് കടന്നുപോയത്. പക്ഷെ അതിന് തൊട്ട് പിറകെ നമ്മൾ ഇങ്ങനെ സാധാരണ രീതിയിൽ ഒഴുക്കിനൊപ്പം നീന്തിപ്പോകുന്ന ഒരു രീതിയിലേക്ക് അത്തരം ഒരു സാംസ്കാരിക സ്ഥാപനം മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളൊക്കെ മാറി നിന്ന് അതിനൊപ്പം ചേരാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. അതൊരു പക്ഷേ നമ്മുടെയൊക്കെ പ്രശ്നമായിരിക്കാം, അത് നമ്മുടെ കൂടി തളർച്ചയായിരിക്കാം അല്ലേ എന്ന് ചോദിച്ച ഒരു ചോദ്യം ഇപ്പോഴും എന്റെ മനസ്സിൽ ഇടറി നിൽപ്പുണ്ട്. പ്രകാശേട്ടന്റെ പ്രതിഭാധനായ അദ്ദേഹത്തിന്റെ എഴുത്തുകളെ, അദ്ദേഹത്തിന്റെ സംവിധാന ശൈലിയെ, അഭിനയ മികവിനെയൊക്കെ നമ്മൾ എത്രത്തോളം അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, പുതിയ നാടക ബോധങ്ങൾക്ക് വേണ്ടി വലിയ നാടക പ്രസ്ഥാനമായ KPSC സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടുന്ന ഒരു സമയം കൂടിയാണിത്. ഞാനിത് പറയുന്നത് ആരോടുമുള്ള വിരോധം കൊണ്ടല്ല. പ്രകാശേട്ടന്റെ ജീവിതത്തെ മുൻനിർത്തി അതുപോലുള്ള പ്രതിഭാധനരായിട്ടുള്ള ആൾക്കാർ ആ പ്രസ്ഥാനത്തിനൊപ്പം നിന്ന് അതിനെ പുതിയ ദിശാബോധത്തോടുകൂടി, ശക്തിയോടുകൂടി ചലിപ്പിക്കാൻ കെൽപ്പുള്ളവർ നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ അവരൊക്കെ വേറൊരു രീതിയിലേക്ക് അവരെയൊക്കെ ഒത്തുചേർത്തുകൊണ്ട് കൂട്ടായ്മയുടെ, സർഗാത്മകതയുടെ പുതിയ കരുത്തും തീയും നിറയ്ക്കുവാൻ പ്രകാശേട്ടന്റെ ഈ ഓർമ്മ ദിനം നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന്, നമ്മൾ അത്തരം പ്രത്യയശാസ്ത്രത്തിന്റെ കൂടെ നിൽക്കുന്നവരും അതിനുവേണ്ടി ചിന്തിക്കുന്നവരും അത്തരം കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തവരാണ്. അപ്പം അത്തരം കാര്യങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പുതിയ ജനകീയ നാടക ബോധങ്ങൾ, നാടകത്തിന്റെ നവോത്ഥാനം ഒരുപാട് കരുത്തോട് കൂടിയിട്ട് ഈ കോവിഡ് കാലത്തിന് ശേഷം ഉണർന്നു വരേണ്ടതുണ്ട്. അത്തരം ഒരു സമയത്ത് നമ്മളൊക്കെ ഒന്നായി നിന്നുകൊണ്ട് ചരിത്രത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് അത്തരം രംഗബോധങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ള ഒരു വളരെ വിനയാന്വിതനായിട്ടുള്ള ഒരു കലാകാരൻ
നാടകക്കാരൻ എന്നുള്ള രീതിയിൽ ഇത് ശ്രദ്ധിക്കുന്നവരോട് മുമ്പിലുള്ള ഒരു ബോധ്യപ്പെടുത്തൽ കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അത് പ്രകാശേട്ടൻ എന്ന് പറയുന്ന സർഗതനായ നിസ്വാർത്ഥനായ വ്യക്തിത്വത്തിന്റെ ജീവിതത്തെ, ആ തെളിച്ചത്തെ അദ്ദേഹത്തിന്റെ ബോധങ്ങളെ മുൻനിർത്തി തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും എനിക്ക് പിന്നീട് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാൻ കോവിഡിനെ കുറിച്ച് പരാമർശിച്ചപ്പോഴാണ് പറയുന്നത്, പ്രകാശേട്ടന് വല്ലാത്തൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ വർഷത്തെ ലോക നാടക ദിന സന്ദേശം എഴുതിയ ഷാഹിദ് നദീം എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള പാകിസ്ഥാനി നാടക രചയിതാവ്, അദ്ദേഹം 500ഓളം നാടകങ്ങൾ പാകിസ്ഥാനിലും ഉറുദുവിലുമായിട്ട് രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ത്യ വിഭജന കാലഘട്ടത്തിൽ ആ വിഭജനത്തിന്റെ മുറിപ്പാടുകളെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നിശബ്ദമാക്കപ്പെട്ട നിലവിളികളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ കാശ്മീരിൽ തന്നെ നിലയുറപ്പിച്ച വ്യക്തിത്വമാണ് ഷാഹിദ് നദീം. അദ്ദേഹം പക്ഷേ ആ വേദനകളെ, ആ നീറ്റലുകളെയൊക്കെ തന്റെ സർഗാത്മക സൃഷ്ടിയുടെ അഗ്നിയാക്കി ഉപയോഗിച്ചു. ഈ നാടകങ്ങളിലൂടെ അദ്ദേഹം സാധാരണക്കാരന്റെ, നിസ്വവർഗത്തിന്റെ, വേർതിരിച്ചു പോകുന്നവരുടെ നിശബ്ദമാക്കപ്പെട്ട നിലവിളികളെ ഏറ്റെടുത്തുകൊണ്ട് അരങ്ങു ഭാഷകളിൽ തീ നിറച്ചു. അത്തരം നാടകങ്ങൾ എഴുതിയ ഷാഹിദ് നദീം പറയുന്ന ഒരു പ്രധാന കാര്യം, അദ്ദേഹം ഈ ലോക നാടക ദിനത്തിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മോട് പറഞ്ഞത്, കഠിനകാലങ്ങളിൽ നിന്നും നാടകത്തിന്റെ നല്ല കാലങ്ങളാണ് എന്നുള്ളതാണ്. പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടം, അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് അരങ്ങു ഭാഷകൾ പുതിയ ജീവനുകൾ, പുതിയ ബോധ്യങ്ങൾ സമൂഹത്തിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം പ്രതിസന്ധികൾ, തടസ്സങ്ങളെ തട്ടിമാറ്റാൻ വേണ്ടിയിട്ട് കെൽപ്പുള്ളവരാണ് നാടക പ്രയോക്താക്കൾ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. ഒരുപക്ഷെ പ്രകാശേട്ടനും മുൻപേ നമ്മുടെ പരീക്ഷണ നാടകങ്ങളെയും ഗ്രാമീണ നാടകവേദിയെയും അമച്വർ നാടകവേദിയെയും തനത് നാടക പ്രസ്ഥാനത്തെയും പ്രൊഫഷണൽ നാടകവേദിയെയും കുറിച്ചും ഒക്കെ പറയുന്ന സമയത്ത് പ്രകാശേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട്, ഇതിനെയൊക്കെ സ്വാംശീകരിച്ചുകൊണ്ട് തികച്ചും ജനകീയമായ, നമ്മൾ വിദേശത്തൊക്കെ കാണുന്നത് പോലുള്ള വലിയ രീതിയിലുള്ള, എന്നാൽ നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഒതുങ്ങുന്ന പുതിയ ബോധങ്ങളും സാധ്യതകളും രംഗസഞ്ചാരങ്ങളും പ്രമേയത്തിന്റെ എഴുത്ത് ശൈലികളും ഒക്കെ വ്യത്യസ്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാവുന്ന നാടകം ഇവിടെ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയാറുള്ളത്. അപ്പോൾ അദ്ദേഹം അപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു പരമ്പരാഗത രീതിയിൽ തന്നെ പിന്തുടർന്നു പോകുന്ന ഈ ഒരു കഠിന കാലം, അത് ശരിക്കും നമ്മൾ ഈ ഒരു സമയത്താണ്, അത്തരം പ്രതിസന്ധിയിലാണ് നമ്മൾ ഒന്നുകൂടി ഉണർന്ന് ചിന്തിക്കേണ്ടത്. കലാകാരന്മാർ എപ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പ്രകാശേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഷാഹിദ് നദീമിന്റെ കോട്ട് ഈ വർഷത്തെ ലോക നാടക ദിന സന്ദേശത്തിൽ വായിച്ചപ്പോഴും എനിക്ക് തോന്നിയത് പ്രകാശേട്ടനെയാണ്. പ്രകാശേട്ടൻ വേറൊരു രീതിയിലാണ് അത് 3 വർഷത്തിന് മുമ്പേ നമ്മോട് പറഞ്ഞത് എന്നുള്ളതാണ് സത്യം. കാർലോസ് സെലിഡ്രൻ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള നാടക സൈദ്ധാന്തികൻ, ക്യൂബൻ നാടക രംഗത്തെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള എഴുത്തുകാരനും പ്രയോക്താവും പ്രൊഫസറുമാണ് അദ്ദേഹം പറയുന്നത്, പുതിയ കാലത്തെ മനുഷ്യർ അവരവരുടെ ലോകങ്ങളിൽ, ഇട്ടാവട്ടങ്ങളിൽ അഭിരമിക്കുന്നവരാണ് എന്നുള്ളതാണ്. ആ ഇട്ടാവട്ടങ്ങളിൽ അഭിരമിക്കുന്നതോടു കൂടിയിട്ട് അവരുടെ ലോകത്തേക്ക് അവർ ചുരുങ്ങുകയും അവരുടെ ഉൾക്കാഴ്ചകൾ വിശാലമല്ലാതായി പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എടുത്തു പറയുന്നത്, നാടകം എന്ന് പറയുന്ന, അതുപോലെ തന്നെ രംഗകലകൾ ഒക്കെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ചെറിയ സ്പേസിനകത്ത് നിന്നുകൊണ്ട് ഒരു അരങ്ങ് ഭാഷ ഉണരുന്ന സമയത്ത്, ഒരു രംഗകല അതിന്റെ ദൃശ്യവിന്യാസങ്ങളോടുകൂടി പടരുന്ന സമയത്ത്, ആ ചെറിയ സ്പേസിനെ അതിജീവിച്ചുകൊണ്ട് മാനവികതയുടെയും സ്നേഹത്തിന്റെയും സമഭാവനയുടെയും കാരുണ്യത്തിന്റെയും നന്മയുടെയും സഹിഷ്ണുതയുടെയും ഒക്കെ പുതിയ ലോകങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ചിറകടിച്ച് പറക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വലിയ ആകാശങ്ങളിലേക്ക് അത് പറന്നു പോകുന്നു. ചെറിയ ഒരിടത്തിൽ നിന്ന് വലിയ ആകാശങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സ് മാനവിക ബോധത്തിലേക്ക് പറന്ന് ഉയരുന്നതാകണം നാടകം, രംഗകലകൾ എന്ന് അദ്ദേഹം നമ്മളോട് പറയുന്നു. കാർലോസ് സെലിഡ്രന്റെ വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്. പ്രകാശേട്ടന്റെ നാടക രചനകളിൽ ഈ ഒരു ഉള്ളർത്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മാനവിക ബോധങ്ങളിൽ നിന്ന്, ചെറിയ ഇടങ്ങളിൽ നിന്ന്, അവിടെ നിന്ന് നമ്മൾ എത്രത്തോളം വിശാല മനസ്കതയോടുകൂടിയിട്ടാണ് ലോകമാനവികതയുടെ ബോധങ്ങളിലേക്ക് പടർന്ന് ഉയരേണ്ടത് എന്ന് പ്രകാശേട്ടന്റെ രചനകൾ നമ്മളോട് പറയുന്നുണ്ട്. രചനകളെ കുറിച്ച് പറയുമ്പോൾ ഏറെ വിഷമവും ഒരുപക്ഷെ സന്തോഷവും തോന്നുന്ന ഒരു കാര്യം, പ്രകാശേട്ടൻ നമ്മുടെ ആരാധ്യനായിട്ടുള്ള, ചിരസ്മരണീയനായിട്ടുള്ള ONV സാറിന്റെ ഉജ്ജയിനി എന്ന് പറയുന്ന കവിതയെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം നാടക രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. 1.5 വർഷത്തോളം അതിനെ ഉപാസിച്ച് അതിന് കൂടെ ഇരുന്ന് അതിമനോഹരമായിട്ടുള്ള രചന. ആ രചന എഴുതി തീർത്തതിന് ശേഷമാണ് അദ്ദേഹം ഏറെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ ഇരുന്ന് അത് വായിക്കുകയും
വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം മരിക്കുന്നതിന്റെ തലേ ദിവസം ആ കൂട്ടായ്മയിൽ, സ്നേഹ കൂട്ടായ്മയിൽ ഒത്തുചേരാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ കിട്ടിയ സൗഭാഗ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് പ്രകാശേട്ടന്റെ ആ എഴുത്ത് വഴികളുടെ ഊർജം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. അതിന്റെ ചൂര് പ്രകാശേട്ടന്റെ മുഖത്ത് അത് വായിച്ചു തീർന്നപ്പോഴുള്ള വലിയ ആശ്വാസം, തികഞ്ഞ പ്രതീക്ഷയോടെ കണ്ണുകളിലുള്ള തിളക്കത്തോടെ അത് നീ ചെയ്യണം മോനെ എന്ന് പറഞ്ഞ പ്രകാശേട്ടന്റെ വാക്കുകൾ. ശരിക്കും ഈ ഒരു കോവിഡ് കാലം വല്ലാത്ത അനിശ്ചിതത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ ഈ വർഷം അത് ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു നാടകമാക്കിയിട്ട് ഒരുക്കാനുള്ള അണിയറ പ്രവർത്തനങ്ങളും ആസൂത്രണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കോവിഡ് തൽക്കാലം അതിനെ ഒന്ന് നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാലവും നമ്മൾ കടന്നു പോകും. ഈ കാലത്തിനപ്പുറത്തേക്ക് പുതിയ നമ്മളുടെ ചിന്തകളെയും നമ്മൾ മുറുകെ പിടിക്കേണ്ടുന്ന മൂല്യങ്ങളെയും പുതിയ രംഗഭാഷകളെയും രചിത പാഠങ്ങളെയും ഒക്കെ സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് തീർച്ചയായും പ്രകാശേട്ടന്റെ രചനയിൽ പിറന്ന നാടകം, അത് ഉജ്ജയിനിയെ ആസ്പദമാക്കി അദ്ദേഹം ആരാധ്യനായിട്ടുള്ള തോപ്പിൽ ബാസിയുടെ മകനും നാടകരചയിതാവുമായ അഡ്വക്കേറ്റ് സോമൻ എന്ന രചയിതാവിന്റെ സർഗധനായ കലാകാരന്റെ കൂടി സഹായത്തോടുകൂടി എഴുതിയ ആ നാടകത്തിന്റെ ദൃശ്യാവിഷ്കാരം പ്രകാശേട്ടന്റെ പേരിൽ തന്നെ അത് അരങ്ങ് ഭാഷയായി നിറയുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പ്രകാശേട്ടന്റെ മനസ്സ് എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട മനസ്സാണ്. അദ്ദേഹം കടന്നു വന്ന വഴികളും അങ്ങനെ തന്നെയായിരുന്നു. 64-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നമ്മോട് വിട പറയുന്നത്. നല്ല വീട്ടിൽ ശങ്കരൻ നായരുടെയും സ്നേഹലതാമ്മയുടെയും 7 മക്കളിൽ ഒരാളായി ജനിച്ച് കഴിഞ്ഞ് പിന്നീട് ബാല്യം മുതൽ തന്നെ നാടകത്തോട് ഒരു താല്പര്യം, അതും വിപ്ലവ ബോധങ്ങൾ ഉണരുന്ന അത്തരം കാര്യങ്ങളുടെ ചങ്കിടിപ്പോട് കൂടിയിട്ട് കേൾക്കുകയും ഹൃദയപക്ഷത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന വള്ളികുന്നത്തിന്റെ ശൂരനാടിന്റെ ആ ഒരു പ്രദേശത്തിന്റെ ആ ഒരു മേഖല, ഓണാട്ടുകരയുടെ വളരെ ശക്തമായിട്ടുള്ള ബോധങ്ങളിൽ നിന്നുകൊണ്ട് കാമ്പിശ്ശേരി കരുണാകരന്റെയും തോപ്പിൽ ബാസിയുടെയും അതുപോലെ തന്നെ കേശവൻ കുറ്റി സാറിന്റെയും അതുപോലെ ഒരുപാട് പേര് അവരുടെ കൂടെ നിന്ന് അവരുടെ ബോധങ്ങളെ, ജനകീയ നാടക സംസ്കൃതിയെ നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എന്നും മനസ്സ് കാണിച്ച വ്യക്തിത്വമായിരുന്നു പ്രകാശേട്ടൻ. പ്രകാശേട്ടന്റെ ആദ്യകാല നാടക പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. MSN കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം എല്ലാ രീതിയിലും മിടുക്കനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി. അതോടൊപ്പം തന്നെ നാടകങ്ങളെ, അതുപോലെ നാടകങ്ങളിലെ നല്ല കഥാപാത്രങ്ങളെ, നല്ല നാടക പ്രമേയങ്ങളെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് എത്തിക്കുവാൻ അതിനുവേണ്ടി മുൻകൈ എടുത്ത് അത്തരം അരങ്ങവതരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ. പിന്നീട് അദ്ദേഹം ഗീതാ സലാമിന്റെ സ്വർഗം എന്ന് പറയുന്ന നാടകത്തിലൂടെയാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള രീതിയിലേക്ക് ഒരു മുഴുനീള നാടകത്തിലേക്ക് എത്തുന്നു. ഫുൾ ലെങ്ത് പ്ലേയിൽ അദ്ദേഹം തന്റെ അഭിനയ പാഠവത്തെ തെളിയിക്കുന്നത്. ഓച്ചിറ നാടക രംഗത്തിന്റെ സ്വർഗം എന്ന് പറയുന്ന നാടകത്തിലൂടെ അദ്ദേഹം അരങ്ങിൽ വന്നതോടുകൂടിയിട്ട് പ്രൊഫഷണൽ നാടക രംഗത്ത് അഭിനയ കലയുടെ സ്വർഗങ്ങൾ എങ്ങനെ പടുത്തുയർത്താമെന്നുള്ള അന്വേഷണവുമായി അദ്ദേഹം 30ഓളം നാടകങ്ങൾക്ക് രചനയും സംവിധാനവും അഭിനേതാവും എന്നുള്ള രീതിയിലും പ്രവർത്തിച്ചു. തുടർന്ന് അങ്ങോട്ട് നല്ല സീരിയലുകളിൽ, അത് കാമ്പുറ്റ നല്ല കഥാപാത്രങ്ങളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ഒരിടത്തും ഇടിച്ചു കയറാൻ അറിയാത്ത ഒരാൾ, തനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അവിടെ വഴിമാറി നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരാൾ. വളരെ അപൂർവമാണ് അത്തരം ആൾക്കാർ സമൂഹത്തിൽ. അത്തരം ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമയത്ത്, അത്തരം ആൾക്കാർ വേദനയോടുകൂടി മാറി നിന്ന് ഒതുങ്ങി നിൽക്കുന്ന, മൗനമായി കരയുന്ന സമയങ്ങളിൽ ഒക്കെ പ്രകാശേട്ടന്റെ തൊട്ട് തലോടലുകൾ എന്നും അത്തരം ആൾക്കാർക്കൊപ്പം ഉണ്ടായിരുന്നു. അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇവിടം പോലുള്ള സംഘടനകൾ, അതുപോലെ തന്നെ സ്നേഹം എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന, അതുപോലെ തന്നെ ഇറ്റയുടെ കൂടെ ഒന്നിച്ച് അതിന്റെ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തലമുറയിലേക്ക് അതെങ്ങനെ എത്തിക്കണമെന്ന് വളരെ ശക്തമായി പ്രവർത്തിക്കുന്നതിനും പ്രകാശേട്ടൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാക്കുകളൊക്കെ, സ്നേഹം, ഇവിടം എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ തന്നെ പ്രകാശേട്ടന്റെ മനസ്സിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇവിടം സാംസ്കാരിക വേദിയുടെ 1-2 ഫംഗ്ഷന് പോകുമ്പോൾ ആരാധ്യനായിട്ടുള്ള ചിരസ്മരണീയനായിട്ടുള്ള പുതുശ്ശേരി രാമചന്ദ്രൻ സാറിന്റെ നിർദ്ദേശപ്രകാരം അവിടെ പോകുമ്പോൾ ഇവിടം സാംസ്കാരിക വേദിയുടെ ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ പ്രവർത്തന ശൈലികൾ, ഉദ്ദേശശുദ്ധികളൊക്കെ മനസ്സിലാക്കുമ്പോൾ എത്ര തെളിമയുള്ള ചിന്തകളാണ്. ഈ ചെറിയ ചിന്തകളാണ് നമ്മുടെ ഒരു ചെറിയ ഗ്രാമങ്ങളിൽ നിന്ന്, കൊച്ചു ഗ്രാമങ്ങളെ സ്വീകരിച്ച് ഉണർത്തിവിടുന്ന ചിന്തകളാണ് ഭാരതത്തിന്റെ സാംസ്കാരിക ലോകത്തിന് പുതിയ വെളിച്ചങ്ങൾ നിറയ്ക്കുന്നത്. അത്തരം പ്രകാശങ്ങളെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് തീർച്ചയായും പേര് പോലെ തന്നെ പ്രകാശേട്ടന്റെ മനസ്സും പ്രകാശപൂരിതമായിരുന്നു. വെളിച്ചം കൊണ്ട്, സ്നേഹം കൊണ്ട്, നന്മ കൊണ്ട്, കാരുണ്യം കൊണ്ട്, സഹിഷ്ണുത കൊണ്ട്, സമഭാവന കൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തണം. ആ
കൂട്ടായ്മയുടെ കരുത്തിൽ നിന്ന് ഉണരേണ്ടതാണ് മാനവികതയുടെ പുതിയ ശക്തിയും പുതിയ ലോകക്രമങ്ങളും എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുകയും ചെയ്ത സർഗ വ്യക്തിത്വമാണ് പ്രകാശേട്ടൻ. പ്രകാശേട്ടന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ദിനത്തിൽ ഈ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില പ്രപഞ്ച ശക്തികൾ എന്നൊക്കെ പറയുന്നത് എവിടേക്കോ ഉള്ള ചില കാരുണ്യവും കനിവറിയുന്ന ദൈവങ്ങൾ എന്ന് പറയുന്നത് എവിടേക്കോ ഉള്ള ചില അന്തരീക്ഷത്തിൽ എവിടേക്കോ ഉള്ള പ്രകൃതിയുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരം നന്മകളുടെ അതിന്റെ നമുക്ക് അതിന്റെ ചുറ്റുപാടുകളൊക്കെ ഒരുക്കി തന്നുകൊണ്ട് പ്രകാശേട്ടന്റെ ഉജ്ജയിനി എന്ന് പറയുന്ന നാടകം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ അരങ്ങിലേക്ക് എത്തുവാനും പ്രകാശേട്ടന്റെ പേരിൽ തന്നെ അത് നിലകൊണ്ട് അത് രംഗഭാഷയിൽ രചിതപാഠത്തിന്റെ പുതിയ സാധ്യതകളെ പുതിയ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാനും സാധിക്കുന്ന ഒരു സമയം വരും എന്നുള്ളതാണ് മനസ്സ് പറയുന്നത്. കാരണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും ഉജ്ജയിനിയുടെ രംഗാവതരണം എന്നാണ് എന്ന് ചോദിക്കുമ്പോഴൊക്കെ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഉജ്ജയിനിയുടെ അരങ്ങ് അവതരണത്തിന് രംഗഭാഷയ്ക്ക് വേണ്ടി കാലം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രകാശേട്ടന്റെ എല്ലാ ഓർമ്മകൾക്കും അദ്ദേഹത്തിന്റെ നന്മ നിറഞ്ഞ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് അരങ്ങിൽ ചടുലതയോട് കൂടിയിട്ട് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് നിറച്ചു വെച്ച അഭിനയ പാടവത്തിന് നാടക രചനയുടെയും എഴുത്തുവഴികളുടെയും മേഖലയിലൂടെ നമ്മുടെ മാനവിക ബോധങ്ങളെയും നന്മയെയും എന്നും ഉറപ്പിച്ച് അടിവേരോടുകൂടി ഉറപ്പിച്ചു നിർത്തിയ വ്യക്തി എന്നുള്ള രീതിയിൽ സംവിധാന ശൈലിയിൽ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളണമെന്ന്, പ്രൊഫഷണൽ നാടകമാണ് ഏറ്റവും വലുത്, അമേച്ചറാണോ വലുത്, തനതാണോ ഏറ്റവും വലുത് എന്നൊക്കെ പറഞ്ഞ് ഓരോ രീതിയിലും തർക്കിക്കുന്നവർക്കിടയിൽ നന്മകളെയെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് രംഗബോധത്തിന്റെ പുതിയ സാധ്യതകളെയാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന പുതിയ രംഗബോധങ്ങൾ, അവർക്ക് ഉപകരിക്കുന്ന പുതിയ ചിന്തകൾ, അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ എന്നും നാടകവേദിയിലൂടെ മുന്നോട്ട് വെക്കേണ്ടത്. കാരണം നാടകം എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന പ്രസ്ഥാനമാണ് എന്നും നാടകവേദി ജനങ്ങളുടേതാണ് എന്നും മനസ്സിലാക്കിയ സർഗ വ്യക്തിത്വമായിരുന്നു പ്രകാശേട്ടൻ. പ്രകാശേട്ടന്റെ ഓർമ്മകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസ്തമിക്കാത്ത നിലാവ് പോലെ പരന്നു നിൽക്കുന്ന ഈ ഒരു വേളയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ, സർഗസ്മൃതികൾക്ക് മുന്നിൽ, ചിരസ്മരണീയനായ അദ്ദേഹത്തിന്റെ സ്നേഹങ്ങൾക്ക് മുന്നിൽ എല്ലാ രീതിയിലും പ്രണമിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സ്നേഹാർച്ചന നടത്തുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ എം സതീശൻ, യുവകലാസാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിലെ പ്രൊഫഷണൽ നാടക പ്രസ്ഥാനത്തിനും പുരോഗമന കലാരംഗത്തിനും മികച്ച സംഭാവനകൾ നൽകിയ NS പ്രകാശ് എന്ന കലാകാരനെ അനുസ്മരിക്കുന്നതിനാണ് യുവകലാസാഹിതി നാടകഗ്രാമം പേജിലൂടെ ഇന്നിങ്ങനെ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. NS പ്രകാശ് മാവേലിക്കര താലൂക്കിലെ വള്ളികുന്നം പ്രദേശത്തുകാരനാണ് എന്ന് കലാരംഗത്തെ വിശേഷങ്ങൾ അറിയുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹം മികച്ച നാടകപ്രവർത്തകനായിരുന്നു, അഭിനേതാവായിരുന്നു, സിനിമ സീരിയൽ രംഗത്തെ ശ്രദ്ധേയനായ നടനായിരുന്നു. തോപ്പിൽ ഭാസിയും കമ്പിശ്ശേരി കരുണാകരനും ഉൾപ്പെടെയുള്ള കേരളത്തിലെ പുരോഗമന നാടക കലാപ്രസ്ഥാനത്തിൻ്റെ അതികായന്മാരായിരുന്ന പ്രമുഖരോടൊപ്പം തൻ്റെ കൗമാര യൗവന കാലങ്ങൾ പിന്നിട്ട കലാകാരനാണ് NS പ്രകാശ്. അദ്ദേഹം കായംകുളം MSM കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഈ പ്രതിഭാധനന്മാരോടൊപ്പം സഹവർത്തിക്കാനും അതോടൊപ്പം തന്നെ നാടകരംഗത്തേക്ക് കടന്നു വരാനും സാഹചര്യങ്ങളുണ്ടായി. വള്ളികുന്നം ഗ്രാമം എന്ന് പറയുന്നത് തന്നെ കേരളത്തിൻ്റെ കലാപ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയ പ്രദേശമാണെന്ന് എല്ലാവർക്കും അറിയാം.
ഒരുപക്ഷെ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ഗതിവിഗതികളെ മാറ്റിമറിച്ച സാംസ്കാരിക പ്രസ്ഥാനത്തിന് വിജാവാപം നൽകുന്നത് തന്നെ ഇങ്ങനെയൊരു ഗ്രാമത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. അതുകൊണ്ട് തന്നെ പുരോഗമന പ്രസ്ഥാനം ഉഴുതുമറിച്ച ആ മണ്ണിൽ ജനിച്ചു വളർന്ന് കേരളത്തിൻ്റെ കലാരംഗത്തേക്ക് ഉയർന്നു വരികയും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകാൻ NS പ്രകാശിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ നിശബ്ദനും സൗമ്യനുമായ, ഒട്ടും പ്രകടനാത്മകതയില്ലാത്ത നിസ്വാർത്ഥ കലാകാരനായിരുന്നു അദ്ദേഹം എന്ന് NS പ്രകാശിനെ ഒരിക്കലെങ്കിലും കാണുകയും അടുത്തിടപഴകുകയും പരിചയപ്പെടുകയും ചെയ്തവർക്കെല്ലാം അറിയാം. പൊതുവെ കലാരംഗത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന യാതൊരുവിധ അബദ്ധ സഞ്ചാരങ്ങളുമില്ലാതെ ഒട്ടും അഹംഭാവമോ അഹങ്കാരമോ ഇല്ലാതെ കലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവില്ല. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് പലതവണ വള്ളികുന്നത്ത് തോപ്പിൽ ഭാസിയുടെ അനുസ്മരണ പരിപാടികളിൽ പങ്കെടുത്തപ്പോഴും അതുപോലെ തന്നെ 2019 യുവകലാസാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ജാതിയല്ല മതമല്ല മനുഷ്യനാണ് പ്രധാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളമാകെ ഒരു സാംസ്കാരിക യാത്ര നടത്തിയപ്പോൾ ചാരുമൂട്ട് നൽകിയ ഉജ്ജ്വലമായ സ്വീകരണ സമ്മേളനത്തിൻ്റെ സംഘാടകനായിരുന്നു NS പ്രകാശ് എന്ന ഈ കലാകാരൻ. അങ്ങനെ പല തവണകളിലായി നേരിട്ട് കണ്ട് സൗഹൃദമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ പല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതൊരു അപൂർവ സൗഭാഗ്യമാണ്. അദ്ദേഹം ആ സാംസ്കാരിക യാത്രയിലുടനീളം വൻ ജനാവലിയെ സാക്ഷി നിർത്തി അതിനെ സ്വീകരിക്കാൻ നൽകിയ നേതൃപാടവത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. എക്കാലത്തും പുരോഗമന പ്രസ്ഥാനങ്ങളോടൊപ്പം യുവകലാസാഹിതി, ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങളുമായി വളരെ അടുത്ത് സഹകരിച്ചുകൊണ്ട് കലാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ വ്യക്തിത്വമാണ് അദ്ദേഹം. ഓച്ചിറയിലെ നാടകരംഗത്തിൻ്റെ സ്വർഗം എന്ന ഒരു പ്രൊഫഷണൽ നാടകത്തിലൂടെയാണ് അദ്ദേഹം നാടകരംഗത്ത് ശ്രദ്ധേയനായിത്തീരുന്നത്. തുടർന്ന് അദ്ദേഹം 30ഓളം പ്രൊഫഷണൽ നാടകങ്ങളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കേരളീയ കലാലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നാടകം ചെമ്മീൻ, തകഴിയുടെ ചെമ്മീൻ നാടകമാക്കിയപ്പോൾ അതിൽ ചെമ്പൻ കുഞ്ഞ് എന്ന കഥാപാത്രത്തെ അദ്ദേഹം അസാധാരണമായ സൗന്ദര്യത്തോടെ രംഗത്ത് അവതരിപ്പിച്ച് ജനശ്രദ്ധ നേടിയെടുത്തു എന്നെനിക്കറിയാം. അങ്ങനെ താൻ അഭിനയിച്ച ഓരോ കഥാപാത്രത്തോടും സത്യസന്ധമായും ആത്മാർത്ഥമായും നീതി പുലർത്തിക്കൊണ്ട് ഒരു വലിയ നടൻ എന്ന രീതിയിൽ തന്നെ ശ്രദ്ധ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുകൊണ്ടാണ് പ്രൊഫഷണൽ നാടക മത്സരത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ഏറ്റവും മികച്ച നടനായി ഒരിക്കൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. നാടകരംഗത്ത് എന്ന പോലെ തന്നെ അദ്ദേഹം സിനിമയിൽ ചില ചലച്ചിത്രങ്ങളിൽ, ഏണിപ്പടികൾ ഉൾപ്പെടെയുള്ള സിനിമയിൽ അദ്ദേഹം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. സീരിയലിൽ വളരെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. കായംകുളം കൊച്ചുണ്ണി, സ്വാമി അയ്യപ്പൻ, ഗുരുവായൂരപ്പൻ, വേർപാടിൻ്റെ വിരൽപ്പാടുകൾ തുടങ്ങിയ സീരിയലുകളൊക്കെ കേരളത്തിലെ കുടുംബങ്ങൾ വളരെയേറെ ആഘോഷിക്കപ്പെട്ട, കുടുംബ സദസ്സുകളിൽ ആഘോഷിക്കപ്പെട്ട സീരിയലുകളാണ്. അതിലെല്ലാം അദ്ദേഹം മികച്ച രീതിയിൽ തൻ്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു എന്നുള്ളത്
കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ യാദൃച്ഛികമായിരുന്നു. ഇന്ന് അദ്ദേഹം വിട പറഞ്ഞിട്ടൊരു വർഷം പൂർത്തിയാവുകയാണ്. അത്രയൊന്നും പ്രായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല മരിക്കുന്ന സമയത്ത്. ഏറ്റവും കുറഞ്ഞത് 2-3 പതിറ്റാണ്ടുകൾ കൂടി അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമ്മുടെ കലാലോകത്തിന് ലഭിക്കുമായിരുന്നു. യാദൃച്ഛികമായി അദ്ദേഹത്തിൻ്റെ വിടപറച്ചിൽ കേരളത്തിലെ പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവകലാസാഹിതിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത് എന്ന് ഇന്ന് നമുക്ക് ബോധ്യമാവുകയാണ്. അദ്ദേഹം ഇട്ടൊഴിഞ്ഞു പോയ ആ തറകളിലേക്ക്, ആ വിടവുകളിലേക്ക് മറ്റാർക്കും കയറി വരാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ അഭാവം നമ്മെ ഇന്ന് വിഷമചിത്തരാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ശ്രീ പ്രമോദ് പയ്യന്നൂർ, അദ്ദേഹവുമായി അടുത്ത് സഹകരിച്ചിട്ടുള്ള മലയാളത്തിലെ മികച്ച നാടകപ്രവർത്തകനും സംവിധായകനുമായിട്ടുള്ള പ്രമോദ് പയ്യന്നൂർ വിശദമായി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. വളരെ സൗമ്യ സാന്നിധ്യമായിരുന്ന, സ്നേഹനിധിയായിരുന്ന ശ്രീ NS പ്രകാശിൻ്റെ വിയോഗം മലയാള നാടക പ്രസ്ഥാനത്തിന് വലിയൊരു നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ തീർച്ചയായും ദുഃഖവിമുക്തരാവാൻ ഇടയില്ല. അത്ര യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സുധയും മക്കളായ സ്നേഹയും വിഷ്ണുവുമൊക്കെ നമ്മോടൊപ്പമുണ്ട്. നമ്മൾ ആ കുടുംബത്തോടൊപ്പമുണ്ട്. യുവകലാസാഹിതി പ്രസ്ഥാനം എക്കാലത്തും NS പ്രകാശിനോട് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വർഷം തികയുന്ന ഈ ഓർമ്മദിനത്തിൽ എല്ലാ അർത്ഥത്തിലുള്ള ആദരവും ബഹുമതിയും ആദരാഞ്ജലികളും യുവകലാസാഹിതി സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. മധ്യ തിരുവിതാംകൂറിലെ പ്രമുഖ നാടക പ്രവർത്തകനും സാംസ്കാരിക സദസ്സുകളിലെ നിറസാന്നിധ്യവുമായിരുന്ന സഖാവ് NS പ്രകാശ് അന്തരിച്ചിട്ട് 2 വർഷം പൂർത്തിയാകുന്നു. അദ്ദേഹം KPSCയുടെ ഉറ്റബന്ധുവായിരുന്നു. തോപ്പിൽ ഭാസിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. സഖാക്കൾ തോപ്പിൽ ഭാസിയുടെയും കാമ്പിശ്ശേരി കരുണാകരൻ്റെയും ലഘുനാടകങ്ങൾ കാലാകാലങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നാടകരംഗത്തേക്ക് കടന്നു വന്നത്. ആ നാടകങ്ങൾ പുനഃസംവിധാനം ചെയ്തും അവയിൽ പ്രധാന റോളുകളിൽ അഭിനയിച്ചും ഒക്കെ അദ്ദേഹം നാടകരംഗത്തുള്ള തൻ്റെ പ്രതിഭ തെളിയിച്ചുകൊണ്ടിരുന്നു. ഇടക്കാലത്ത് അദ്ദേഹം അമച്വർ നാടകങ്ങളിലേക്കും ഒപ്പം പ്രൊഫഷണൽ നാടകങ്ങളിലേക്കും തൻ്റെ ശ്രദ്ധ തിരിച്ചു. KPSC അവതരിപ്പിച്ച സഖാവ് സോമൻ്റെ മാനവീയം എന്ന നാടകത്തിൻ്റെ പിന്നിലും അദ്ദേഹം വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. സഖാവ് തോപ്പിൽ ഭാസി ജീവിച്ചിരുന്ന കാലത്ത് KPSCക്ക് നാടകം എഴുതി നൽകണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ വളരെ ഉത്തരവാദിത്വമുള്ള തിരക്കേറിയ ജോലി തിരക്കിണക്കിൽ അദ്ദേഹത്തിനത് കഴിയാതെ പോയി. KPSC ഏറ്റവും അവസാനം അവതരിപ്പിച്ച മഹാകവി കാളിദാസൻ എന്ന നാടകത്തിൻ്റെ ഫൈനൽ റിഹേഴ്സൽ സമയത്താണ് സഖാവ് NS പ്രകാശിനെ അവസാനമായി ഞാൻ കണ്ടതെന്ന് ഓർക്കുന്നു. ആ നാടകത്തെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം ഒട്ടേറെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. തുടർന്നാണ് അദ്ദേഹം കാളിദാസന്റെ ജീവിതത്തെ ആധാരമാക്കി തന്നെ ഒരു നാടകം എഴുതുന്നുണ്ട് എന്നറിഞ്ഞത്. OMG സാറിൻ്റെ വളരെ പ്രശസ്തമായ ഉജ്ജയിനി എന്ന കാവ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം നാടകം എഴുതിയത്
എന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. എന്നാൽ ആ നാടകം രംഗത്ത് അവതരിപ്പിച്ച് കാണുവാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ല. ആ നാടകം ഇനിയും അത് എപ്പോഴെങ്കിലും ആരെങ്കിലും അവതരിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ച് ഒട്ടേറെ ആളുകൾ കാത്തിരിപ്പുണ്ട്. നാടകം വലിയ പ്രതിസന്ധിയിൽ ആണ് ഇക്കാലത്ത്. നാടകം എഴുതുന്ന കാര്യത്തിലും അത് സംവിധാനം ചെയ്യുന്ന രീതിയിലും അതിൻ്റെ അവതരണത്തിലും ഒക്കെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇന്ന് അവശേഷിക്കുന്നുണ്ട്. കച്ചവട താല്പര്യത്തോടുകൂടി ഒരു വിഭാഗം ആളുകൾ നാടകരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നാടകം ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഉപാധികളിൽ ഒന്നാണ് എന്ന് വിശ്വസിച്ചാണ് അവർ നാടകരംഗത്ത് മുഖ്യമായും പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ തങ്ങളുടെ ഒരു ആവിഷ്കാരം എന്ന രീതിയിൽ അവർക്ക് പറയാനുള്ളത് പറയുന്നു. മറ്റുള്ളവർ എന്ത് അതേക്കുറിച്ച് പറയുന്നു എന്ന് നോക്കാതെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രം നാടകം അവതരിപ്പിക്കുന്നുണ്ട്. ആ നാടകം സമൂഹത്തിന് എന്ത് മാറ്റം വരുത്തുന്നു എന്നുള്ളത് അവർ ചിന്തിക്കാറില്ല. അവർ എന്ത് സംഭാവനയാണ് അതിലൂടെ നൽകുന്നത് എന്ന് പറയാൻ പലപ്പോഴും കഴിയാത്ത സാഹചര്യം ആണുള്ളത്. മറ്റ് ഒരു വിഭാഗം ഈ സമൂഹത്തിലെ കാലികമായ വിഷയങ്ങൾ എടുത്ത് നാടകം അവതരിപ്പിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിഷയമാക്കുകയും ചെയ്യുന്നുണ്ട്. ആ നാടകം വിജയിക്കുകയാണ് എങ്കിൽ ഒരു റെപ്പർട്ടറി തിയേറ്റർ പോലെ ആ നാടകങ്ങൾ കേരളത്തൊട്ടാകെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ നാടക രംഗത്ത് പല ചിന്താസരണികൾ നിലനിൽക്കുന്ന കാലത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ നാടകം സമൂഹത്തിന് സാമൂഹ്യ മാറ്റത്തിന് പ്രയോജനപ്പെടണം എന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്ന ഉത്തമനായ ഒരു നാടക പ്രവർത്തകനെയാണ് സഖാവ് NS പ്രകാശിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ നാടകം അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. നാടകം എങ്ങനെ പുതിയ രൂപത്തിൽ അത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാം എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി ചർച്ച നടക്കുന്ന കാലം. വലിയ പ്രതിസന്ധിക്കിടയിൽ സഖാവ് NS പ്രകാശിനെ പോലെ ഉള്ളവരുടെ അസാന്നിധ്യം നമുക്ക് വേദന ഉളവാക്കുന്നതാണ്. ആ ഉത്തമനായ നാടക പ്രവർത്തകന്റെ സഖാവിന്റെ സഹോദരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ കൂടി അർപ്പിക്കുന്നു. ഇന്ന് ഫെബ്രുവരി 5. NS പ്രകാശ് എന്ന വലിയ മനുഷ്യൻ കടന്നുപോയിട്ട് 2 വർഷം തികയുകയാണ്. മഹാനടൻ, പ്രതിഭാശാലിയായ നാടകകൃത്ത്, സംവിധായകൻ, സാമൂഹ്യപ്രവർത്തകൻ, ഈ നിലയിലെല്ലാം ഈ നാട് മുഴുവൻ നിറഞ്ഞു നിന്ന മനുഷ്യനായിരുന്നു NS പ്രകാശ്. മഹാനടനെന്ന നിലയിൽ ചെമ്മീൻ നാടകത്തിലെ ചെമ്പൻ കുഞ്ഞിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് NS പ്രകാശിൻ്റെ അഭിനയം ലോകശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ജൂറി പുരസ്കാരം ആ കഥാപാത്രത്തിൻ്റെ അഭിനയത്തിനാണ് കിട്ടിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാവ്യം, ഭരണം എന്നീ നാടകങ്ങൾ നിറഞ്ഞ സദസ്സുകളിൽ 1000-ഓളം സ്റ്റേജുകളിൽ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. ഏറ്റവും അവസാനം മരണത്തിന് തൊട്ട് മുമ്പ് എഴുതിയ, ഒരാഴ്ച മുമ്പ് എഴുതി പൂർത്തീകരിച്ച ഉജ്ജയിനി എന്ന നാടകം ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൃതിയാണ്. ONVയുടെ ഉജ്ജയിനി എന്ന കവിതാ പുസ്തകത്തെ, ആ കഥയെ, കാവ്യപുസ്തകത്തെ അടിസ്ഥാനമാക്കി എഴുതിയ ആ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ്റെ, NS പ്രകാശ് എന്ന വലിയ മനുഷ്യൻ്റെ തിരോധാനം സത്യത്തിൽ ഈ നാടിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
അതിന് പകരം വയ്ക്കാൻ ഒരാളില്ലാത്ത അവസ്ഥയാണുള്ളത്. എല്ലാ വേദികളിലും നിറഞ്ഞു നിന്ന് തൻ്റേതായ അഭിപ്രായം തുറന്നു പറയുന്ന നട്ടലുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു NS പ്രകാശ്. സത്യത്തിൻ്റെ ഭാഗത്ത് സത്യത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് എന്നും നിലനിൽക്കുകയും അതിനുവേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ പോലും അങ്ങനെയുള്ളതാണ്. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായ ഒരു നഷ്ടം കൂടിയാണ് പ്രകാശ് ചേട്ടൻ്റെ മരണം. എൻ്റെ കവിതയോടൊപ്പം എൻ്റെ എഴുത്തിനോടൊപ്പം എന്നും നിലനിൽക്കുകയും എവിടെയെങ്കിലും ഒരു കവിത അച്ചടിച്ച് കണ്ടാൽ ഉടനെ വിളിച്ച് അഭിപ്രായം പറയുകയും വിമർശിക്കാനുള്ളത് വിമർശിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എടാ രാജ എന്ന് വളരെ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വിളിക്കാൻ വള്ളിമുത്തെനിക്കിനി വേറെ ആരുമില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നെ നാടകഗാനരചനയിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവന്ന ആളാണ് NS പ്രകാശ്. ഒളിവിലെ ഓർമ്മകൾ എന്ന നാടകം തോപ്പിൽ ഭാസി തിയേറ്റേഴ്സ് എടുക്കുമ്പോൾ അതിൽ ഗാനങ്ങൾ എഴുതുക എന്ന ചുമതല എന്നെയാണ് ഏൽപ്പിച്ചത്. നേരത്തെ KPSC ആ നാടകം എടുക്കുമ്പോൾ പോറ്റി സാറായിരുന്നു, കേശവൻ പോറ്റി സാറായിരുന്നു ആ ഗാനങ്ങൾ എഴുതിയത്. അതിന് പകരം ഗാനം എഴുതാൻ തോപ്പിൽ ഭാസി തിയേറ്റേഴ്സിന് വേണ്ടി ഗാനം എഴുതാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. എനിക്ക് സംതൃപ്തിയുണ്ട് 4-5 നല്ല ഗാനങ്ങൾ, ശ്രദ്ധേയമായ ഗാനങ്ങൾ ആ നാടകത്തിന് വേണ്ടി എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത്. സത്യത്തിൽ എന്നെ ആ ചുമതല ഏൽപ്പിച്ചത്, വളരെ വിശ്വാസത്തോടെ എന്നെ ഏൽപ്പിച്ചത് NS പ്രകാശ് ആണ്. അങ്ങനെയാണ് ഞാൻ നാടക ഗാനരചനയിലേക്ക് വരുന്നത്. പിന്നെ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത തോപ്പിൽ ഭാസി തിയേറ്റേഴ്സിൻ്റെ കേരളീയം നാടകത്തിലും ഞാൻ തന്നെയാണ് പാട്ട് എഴുതിയത്. പല കാരണങ്ങളാലും തോപ്പിൽ ഭാസി തിയേറ്റേഴ്സ് മുന്നോട്ട് പോകാനായില്ല എന്നുള്ളത് ഇവിടെ വളരെ വ്യസനത്തോടെ ഓർക്കുകയാണ്. സ്വന്തം ജീവിതത്തിൽ നീതിക്ക് വേണ്ടി പോരാടുകയും തോന്നുന്ന കാര്യങ്ങൾ ശക്തമായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു NS പ്രകാശ്. ഒരു അംഗീകാരത്തിന് വേണ്ടിയും ആരുടെയും പിന്നാലെ നടക്കുകയും ആരുടെയും കാല് പിടിക്കാൻ നടക്കുകയും ചെയ്യാത്ത മനുഷ്യൻ. അതുകൊണ്ട് തന്നെ പല അംഗീകാരങ്ങളും അദ്ദേഹത്തിന് കിട്ടാതെ പോയി. അദ്ദേഹത്തെക്കാൾ അനർഹരായ, അദ്ദേഹത്തെക്കാൾ അത്രയും പോലും അർഹതയില്ലാത്ത എത്രയോ പേർ വലിയ വലിയ പുരസ്കാരങ്ങൾ നേടിയപ്പോഴും ഇത്ര പ്രതിഭാശാലിയായ ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് പുരസ്കാരങ്ങളിൽ നിന്നും മാറി നിന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം അതിൻ്റെ ഒന്നും പിന്നാലെ പോയിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള മറുപടി. ഒന്നിനും വേണ്ടി ആരെയും കാല് പിടിക്കാൻ അദ്ദേഹം പോയിട്ടില്ല. യുവകലാസാഹിതിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമൊക്കെ ശക്തമായി നിലകൊള്ളുമ്പോഴും ഒരു അംഗീകാരത്തിന് വേണ്ടി ആരോടും യാചിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സൂചിപ്പിക്കുകയോ പോലും ചെയ്യാത്ത ഒരു മഹാമനസ്സിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. എന്നോടിതൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നാടക രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ ഒരു നാടക സംബന്ധമായ ഒരു ആവശ്യത്തിനായി ഒരു മാസികയ്ക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി. അന്ന് ഒട്ടേറെ കാര്യങ്ങൾ നാടകത്തെക്കുറിച്ച്, വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചൊക്കെ എന്നോട് തുറന്നു പറയുകയുണ്ടായി. ഞാനതൊന്നും പറയാനുള്ള ഒരു സമയമോ സാവകാശമോ ഈ പ്രഭാഷണത്തിൽ ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നട്ടെല്ല് നിവർത്തി നിന്ന് ജീവിച്ച ഒരു വലിയ കലാകാരനായിരുന്നു NS പ്രകാശ്. അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ വേളയിൽ നിറമിടികളോടെ ഏറെ സങ്കടത്തോടെയാണ് അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ നാടിൻ്റെ ദുഃഖമാണ് അദ്ദേഹത്തിൻ്റെ തിരോധാനം. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം മറ്റു സുഹൃത്തുക്കളോടൊപ്പം ഞാനും ഈ ദുഃഖത്തിൽ പങ്കുചേരുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ റെജി പണിക്കർ, യുവകലാസാഹിതി ചാരമുടി യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ്. യുവകലാസാഹിതി ചാരമുടി യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു NS പ്രകാശ് ചേട്ടൻ. NS പ്രകാശ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം അളവില്ലാതെ എല്ലാവരെയും സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നത്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയിട്ട് 2 വർഷമായി എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കാനൊക്കാത്ത ഒരു കാര്യമാണ്. കാരണം മരിക്കുന്ന ദിവസം ഉച്ചയ്ക്ക് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് അദ്ദേഹം ഭയങ്കര ആഹ്ലാദത്തിലാണ്. അത് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ആഹ്ലാദം തിരതല്ലുന്ന ഒരു മാനസിക ഭാവത്തിലായിരുന്നു അദ്ദേഹം.
അദ്ദേഹം അന്നേരം പറഞ്ഞു കുഞ്ഞെ, എപ്പോഴും കുഞ്ഞെ എന്നാണ് വിളിക്കുന്നത്. സ്നേഹമുള്ളവരെല്ലാം അദ്ദേഹം കുഞ്ഞെ എന്നാണ് വിളിക്കുന്നത്, പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ എല്ലാവരും. കുഞ്ഞെ, എൻ്റെ ഉജ്ജയിന് പൂർത്തിയായി, എനിക്ക് സന്തോഷമായി, അത് വളരെ മനോഹരമാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ആഹ്ലാദത്തോടെ അതിനെക്കുറിച്ച് സംസാരിച്ചു. അന്നേരം ഞാൻ ചോദിച്ചു, ഞങ്ങൾക്കൊന്ന് കേൾക്കണമായിരുന്നല്ലോ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കുഞ്ഞ് വന്നാട്ട് മറ്റേ പുരുഷോത്തമ സാറിനെയും കുട്ടി എപ്പോഴാണെന്ന് വെച്ചാൽ വാ, നാളെയാണെങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിക്കാം. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു നിറവിലാണ് അദ്ദേഹം ആ ഫോൺ കട്ട് ചെയ്തത്. പിന്നീടാണ് വൈകിട്ട് അറിയുന്നത് അദ്ദേഹത്തെ ഹൃദയസ്തംഭനം വന്നെന്നും ആശുപത്രി കൊണ്ടുപോയെന്നും അങ്ങനെ മരിച്ചു എന്നും. അത് വല്ലാത്ത വേദനിപ്പിക്കുന്ന വേർപാടാണ്. ഇപ്പോൾ ശരിക്കും NS പ്രകാശ് എന്ന് പറയുന്ന വ്യക്തി വള്ളുവത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം തോപ്പിൽ ഫാസിയുടെ യഥാർത്ഥ പിൻഗാമിയായിരുന്നു. എല്ലാ തരത്തിലും തോപ്പിൽ ഫാസി എന്ന മഹത് വ്യക്തിയോട് ചേർന്ന ഒരു പിന്മുറക്കാരൻ തന്നെയായിരുന്നു NS പ്രകാശ്. അദ്ദേഹത്തിൻ്റെ നാടകാഭിനിവേശം അത് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാനും ധാരാളം ശിഷ്യന്മാരെ ഉണ്ടാക്കാനും ഒരു നാടക വലയം തന്നെ തീർക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട് തന്നെ ഒരു നാടക വീട് എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ആ വീട്ടിൽ, ഒരുപക്ഷെ നല്ല വീട്ടിൽ എന്ന് പറയുന്ന ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം നാടകം തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്. അന്നേരം അതിൽ നിന്നും തീക്ഷ്ണമായ ഒരു നാടക ഭാഷ്യം തന്നെയാണ് അതിൽ നിന്നും രൂപപ്പെട്ടു വന്നിട്ടുള്ളതെന്നുള്ളത് വ്യക്തമാണ്. അത് ഇനി അരങ്ങ് കാണേണ്ട ഒരു നാടകമാണ്. അന്നേരം അത് അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ട് ഒത്തിരി പിരിമുറുക്കം അദ്ദേഹത്തെ ഉണ്ടായി കാണും. കാരണം കാളിദാസൻ എന്ന് പറയുന്ന ഒരു വലിയ കലാകാരൻ്റെ അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ വേദനകളും അദ്ദേഹത്തിൻ്റെ പ്രണയങ്ങളും രാജകൽപ്പനകളും ഒക്കെ ചേർന്ന് ശിഥിലമാക്കിയ ഒരു ജീവിതത്തെ വ്യാഖ്യാനിച്ച ഒരു മഹാകാവ്യത്തിന് നാടകഭാഷ്യം പകർന്ന് കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാനസിക സമ്മർദ്ദം പ്രകാശേട്ടനും ഉണ്ടായി കാണാം. എന്നാൽ അതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ആ നാടകത്തിന് ഉണ്ട്. അത് ശ്രീ പ്രമോദ് പയ്യന്നൂരൊക്കെ അത് കൂടുതൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ആളാണ്. അന്നേരം അതാണ് പ്രകാശ് ചേട്ടൻ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് അദ്ദേഹം നാടകരംഗത്തിന് സംഭാവന ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതിൽ ഇപ്പോഴും ഒരു സന്ദേഹം ബാക്കി നിൽക്കുന്നു. അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ച് കേരളത്തിലെ ഒന്നാം കിട നാടകക്കാരനാകാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവുള്ള ഒരു കലാകാരനായിരുന്നു പ്രകാശ് ചേട്ടൻ. ഈ നാടകക്കാരൻ എന്ന് പറയുമ്പോൾ തോപ്പിൽ ഫാസി സാറിൻ്റെ 25ാം ചരമവാർഷികം യുവകലാ സാഹിതിയുടെ നേതൃത്വത്തിൽ ആചരിച്ചപ്പോൾ നോട്ടീസ് തയ്യാറാക്കി ഞാനായിരുന്നു. അന്നേരം എനിക്കൊരു നോട്ടീസിൽ ഏത് വാക്ക് ഉപയോഗിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ചില ആശങ്കയുണ്ടായി. കാരണം ഒരു നാടക രചയിതാവും നാടക സംവിധായകനും ഒക്കെ ആയിരുന്നു അദ്ദേഹം. അന്നേരം ഞാൻ പറഞ്ഞ പ്രകാശേട്ട തോപ്പിൽ ഫാസിയെക്കുറിച്ച് ഏത് വാക്ക് ഉപയോഗിക്കണം, അദ്ദേഹം വെറും ഒരു നാടകക്കാരനല്ലല്ലോ. അന്നേരം പ്രകാശേട്ടൻ പറഞ്ഞ കുഞ്ഞെ നാടകക്കാരൻ ഉപയോഗിച്ചാൽ മതി, നാടകക്കാരൻ, അതിനപ്പുറത്ത് ഒന്നുമില്ല, നാടകക്കാരൻ എന്ന് പറയുന്നത് തന്നെ പൂർണ്ണമാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ അദ്ദേഹം പൂർണ്ണനായ ഒരു നാടകക്കാരനായിരുന്നു. അന്നേരം ആ വലിയ മനുഷ്യനെ, ആ വലിയ നാടകക്കാരനെ, ആ വലിയ സാംസ്കാരിക പ്രവർത്തകനെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളോടൊപ്പം ഞാൻ അനുസ്മരിക്കുകയാണ്. കാരണം ഇന്ത്യയിൽ ഒരു ഭരണകൂടം അതിൻ്റെ പൗരന്മാരൊക്കെ ചേർന്ന് നാടകത്തെക്കുറിച്ച് നിരന്തരം സമ്മതിച്ച ഒരു സ്ഥലമാണത്. അന്നേരം ആ നാടക വീട് ഉറങ്ങിയിട്ട് ഇന്ന് 2 വർഷമാവുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെയാണ് അദ്ദേഹം നാടകരംഗത്തേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ 1981 അദ്ദേഹം പ്രൊഫഷണൽ നാടകരംഗത്തേക്കൊക്കെ വരുന്നത്.
പിന്നീടാണ് 1953 അദ്ദേഹം സ്വന്തമായിട്ട് ഭരണം എന്ന നാടകം എഴുതുന്നതും പിന്നെ അങ്ങനെ നാടകകൃത്തായും സംവിധായകനായും അഭിനേതാവായും അദ്ദേഹം നാടകരംഗത്ത് അരങ്ങുവാഴുകയായിരുന്നു. പ്രത്യേകിച്ച് തകഴിയുടെ ചെമ്മീനിൽ, ഏണിപ്പടികളിൽ, അനുഭവങ്ങൾ പാളിച്ചകളിലൊക്കെ അദ്ദേഹം അതിനകത്തെ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് നിറഞ്ഞാടുകയായിരുന്നു. അതേസമയം തന്നെ അദ്ദേഹം അമച്വർ നാടകരംഗത്ത്, അമച്വർ നാടകരംഗം എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പരീക്ഷണ നാടകരംഗത്തും വളരെ നല്ല നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് ബ്യൂറോക്രസി. അദ്ദേഹത്തിന് 1-ാം ചരമവാർഷികത്തിന് ചാരുമൂടി വിവല സാഹിതിയുടെ നേതൃത്വത്തിൽ ബ്യൂറോക്രസി വീണ്ടും അരങ്ങത്തെത്തിച്ചിരുന്നു. അന്നേരം അത് വളരെയേറെ രംഗബോധമുള്ള ഒരു നാടകകൃത്താണ് ആ നാടകം രചിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നേരം ധാരാളം നാടകബോധവും നാടക പാരമ്പര്യമൊക്കെ ഉള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഒരു വർഷക്കാലം മുമ്പാണ് ഉജ്ജയിനി എന്ന ONVയുടെ ഖണ്ഡകാവ്യം നാടകമാക്കണമെന്ന അഭിനിവേശത്തോടെ അതിലേക്ക് തിരിയുന്നത്. പ്രകാശ് ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ONVയുടെ പ്രശസ്ത ഖണ്ഡകാവ്യമായ ഉജ്ജയിനി നാടകമാക്കാൻ മുതിരുന്നത്. അന്നേരം നമുക്കറിയാം, ഉജ്ജയിനി എന്ന ഖണ്ഡകാവ്യം കാളിദാസൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ONV-കുറിപ്പ് എഴുതിയ മഹാകാവ്യമാണ്. അന്നേരം ആ ഒരു മഹാകാവ്യം പ്രകാശേട്ടൻ്റെ മനസ്സിനെയും മഥിച്ചിട്ടുണ്ടാവും. അതിനകത്തൊരു നാടക ഭാഷ്യം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഉജ്ജയിനിയുടെ തെരുവുകളിൽ, അതിൻ്റെ ഭൂമികയിൽ കാളിദാസൻ്റെ ഹൃദയം തേടി നടക്കുന്ന മഹാകവിക്ക് പിന്നാലെ ഈ നാടകക്കാരനും കൂടി ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അവർക്ക് ഇഷ്ടമില്ലാത്ത നിയമങ്ങൾ നിർമ്മിച്ച് അവരുടെ മുകളിൽ കുതിര കയറുന്നു. ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്ത് പ്രകാശേട്ടനെ പോലെ കരുത്തനായ ഒരു മനുഷ്യൻ്റെ അസാന്നിധ്യം നാം അറിയുന്നുണ്ട്. കാരണം അത്രത്തോളം ഗാംഭീര്യത്തോടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും സാംസ്കാരികമായി ഇടപെടാനും കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അന്നേരം അദ്ദേഹത്തിൻ്റെ ആ അസാന്നിധ്യം സൃഷ്ടിച്ച വിടവ് നികത്താൻ നാം ഓരോരുത്തരും സ്വയം മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. അത് ഇത്രയും മാത്രം ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതിനിവിടെ ഇന്ന് ഈ യോഗത്തിൻ്റെ അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് ശ്രീ ആസിഫ് റഹീം. അദ്ദേഹം യുവലാസാദിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് യുവലാസാദിയുടെ പേരിൽ ഞാൻ പുകഴ്ച രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്ന് ഇതിനകത്ത് പ്രധാന പ്രഭാഷണം നടത്തിയ പ്രശസ്ത നാടകക്കാരനും പ്രശസ്ത സിനിമാക്കാരനും അതിലുപരി പ്രകാശേട്ടൻ്റെ അടുത്ത സുഹൃത്തുമായ ശ്രീ പ്രമോദ് പയ്യന്നൂർ, KPSCയുടെ അമരക്കാരനായ അഡ്വക്കേറ്റ് ഷാജഹാൻ, അതുപോലെ യുവലാസാദിയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി ശ്രീ M സതീശൻ, അതുപോലെ ഇവിടെ സ്വാഗതം ആശംസിച്ച നാടകക്കാരൻ കൂടിയായ ശ്രീ ചാരുമൂട് പുരുഷോത്തമൻ, അതുപോലെ പ്രശസ്ത കവിയാൻ വള്ളുവന്തുകാരനും പ്രകാശേട്ടൻ്റെ അടുത്ത സുഹൃത്തുമായ ശ്രീ രാജൻ കൈലാസ്, ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ സിനിമാ സംവിധായകൻ ശ്രീ മൂന്നാട് രാമേന്ദ്രൻ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, പ്രകാശേട്ടൻ്റെ ബന്ധുമിത്രാദികൾ, അദ്ദേഹത്തിൻ്റെ സ്നേഹിതർ, ഞാൻ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നാടകസ്നേഹികൾക്കും, അതുപോലെ ഈ ഫേസ്ബുക്കിൽ ഇതിന് വേണ്ട പശ്ചാത്തല സൗകര്യം ഒരുക്കി തന്ന സുഹൃത്തുക്കൾക്കും എല്ലാം യുവലാസാദിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.
നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നടനും നാടകകൃത്തും സംവിധായകനും സംസ്ഥാന അവാർഡ് ജേതാവും സർവോപരി മനുഷ്യസ്നേഹിയുമായിരുന്ന ശ്രീ NS പ്രകാശ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷം തികയുകയാണ്. യുവകലാസാഹിതി ചാരുമൂട് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം ഏറെക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. NSന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും യുവകലാസാഹിതി ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ ആസിഫ് റഹീം, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ശ്രീ പ്രമോദ് പയ്യന്നൂർ, യുവകലാസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ EM സതീശൻ, APSC സെക്രട്ടറി അഡ്വക്കേറ്റ് A ഷാജഹാൻ, യുവകലാസാഹിതി ചാരുമൂട് മേഖലാ സെക്രട്ടറി റജി പണിക്കർ എന്നിവരെയും ഈ ചടങ്ങ് വീക്ഷിക്കുന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യും.